अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതിയേ നമഃ. ഓം വിഷ്ണുവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരുടെ സന്തതി പരമ്പരകളെ പറ്റിയാണ്. ഗാന്ധാരിക്ക് ഗർഭമുണ്ടായി എന്നുള്ള വിവരം എല്ലാ ആളുകളും അറിഞ്ഞു. അക്കൂട്ടത്തിൽ പാണ്ഡുവും ഈ വിവരം മനസ്സിലാക്കി. പാണ്ഡു കുന്തിയോട് പറഞ്ഞു, നമുക്ക് സന്തതികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കുന്തി മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും പാണ്ഡു നിർബന്ധിച്ചപ്പോഴേ മുമ്പ് ലഭിച്ച ഒരു മന്ത്രത്തെപ്പറ്റി കുന്തി പറയുകയും പാണ്ഡുവിൻ്റെ അഭിപ്രായം കൂടി സ്വീകരിച്ച് ധർമ്മപുത്രൻ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി ധർമ്മദേവനെ പ്രാപിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഒരു ഉത്തമനായ പുത്രൻ ആ കുന്തിക്ക് ജനിച്ചു. ഗാന്ധാരി ഇതറിഞ്ഞപ്പോഴേ ദുഃഖിതയായി. ഞാൻ എത്രയോ കാലമായിട്ട് ഗർഭം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കുന്തിക്ക് പുത്രനുണ്ടായെങ്കിലും അതിനു മുമ്പ് തന്നെ ഗർഭിണിയായിരുന്ന എനിക്കിതുവരെ പുത്രനുണ്ടായില്ല. അക്കാര്യത്തിൽ ദുഃഖിച്ച് ഗാന്ധാരി ഉദരത്തിൽ ചില പ്രയോഗങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഒരു മാംസപിണ്ഡം പുറത്തു വന്നു. വ്യാസൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്ന വിധത്തില് ആ സമയത്ത് അവിടെ എത്തപ്പെട്ടു. മാംസപിണ്ഡത്തെ വ്യാസൻ 100 ഭാഗങ്ങളായിട്ട് മുറിച്ചു. ചെറിയൊരു ഭാഗം അധികം വന്നത് ഉൾപ്പെടെ 101 കുടങ്ങളിലായിട്ട് നിക്ഷേപിച്ച് നെയ്യും അതിനനുസരിച്ച് വേണ്ടുന്ന ആ മന്ത്രങ്ങളുമൊക്കെ ജപിച്ച് ആ കുടം അടച്ച് ഗാന്ധാരിയെ ഏൽപ്പിച്ചു. ഇത് സമയം തെറ്റി അഥവാ കാലമാകാതെ തുറക്കരുത്. ആ മുമ്പ് ചെയ്തതുപോലെയൊക്കെ ചെയ്താൽ അനിഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴേ കുന്തി ആ പാണ്ഡുവുമായിട്ട് ആലോചിച്ച് ബലവാനായ ഒരു പുത്രൻ വേണം എന്ന് ചിന്തിച്ച് വായുദേവനെ സമീപിച്ചു. അങ്ങനെ കുന്തിക്ക് 2ാമത്തെ മകൻ പിറന്നു. ആദ്യത്തെ മകൻ ധർമ്മപുത്രര്, 2ാമത് വായുവിൽ ജനിച്ച പുത്രനാണ് ഭീമൻ. അതിബലവാനായ ഭീമൻ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം ഗാന്ധാരി സൂക്ഷിച്ചു വെച്ച കുടങ്ങളിൽ ഒരെണ്ണം പൊട്ടി ഒരു പുത്രൻ പുറത്തു വന്നു. അവൻ പുറത്തു വന്നപ്പോൾ ആദ്യം കഴുതയുടെ ശബ്ദത്തിലാണ് കരച്ചിൽ കേട്ടത്.
അത് കേട്ട് മറ്റ് കഴുതകള്, കുറുക്കൻ, കഴുകൻ, കാക്ക മുതലായവ എല്ലാം എതിർ ശബ്ദമുണ്ടാക്കി കരഞ്ഞു. പല ദുർനിമിത്തങ്ങളും കാണപ്പെട്ടു. ധൃതരാഷ്ട്രർ അതിന് പരിഹാരമാർഗം ആലോചിച്ച് ഭീഷ്മരെയും വിതുരരെയും സമീപിച്ചു. രാജാവിനെതിരായിട്ട് ഒന്നും പറയാൻ ആരും താല്പര്യപ്പെട്ടില്ലെങ്കിലും വിതുരർ പറഞ്ഞു, ഇവൻ നാടും കുലവും നശിപ്പിക്കുന്നവനായി തീരും. ഇവനെ ഉടനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അങ്ങേക്ക് 99 മക്കളെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞെങ്കിലും പുത്രസ്നേഹം മൂലം ധൃതരാഷ്ട്രർ ആ നിർദ്ദേശം അംഗീകരിച്ചില്ല. പിന്നീട് ഓരോ ദിവസവും ഓരോ കുടം വീതം പൊട്ടി ഓരോ കുമാരന്മാര് പുറത്തു വന്നു. ആദ്യം ജനിച്ച പുത്രനെ ദുര്യോധനൻ എന്നും പിന്നീട് ദുശാസനൻ, ദുസ്സഹൻ, ദുശ്ശലൻ എന്ന ക്രമത്തിലെ 100 ആൺമക്കളും ശേഷം ദുശ്ശള എന്ന പെൺകുട്ടിയും ജനിച്ചു. അവരുടെ പേര് വിവരങ്ങൾ ഞാൻ പ്രത്യേകം പേപ്പറിൽ കുറിച്ച് ഇതോടൊപ്പം അയക്കുന്നു. ധൃതരാഷ്ട്രർക്ക് പിന്നീട് ഒരു വൈശ്യസ്ത്രീയിലെ യുയുത്സു എന്നൊരു പുത്രനുണ്ടായി. ആ സ്ത്രീയിൽ തന്നെ അത്ര അറിയപ്പെടാത്ത 10 പുത്രന്മാരുടെ ആകെ 11 പുത്രന്മാർ ധൃതരാഷ്ട്രർക്കുണ്ടെന്നും ധൃതരാഷ്ട്രർക്ക് മൊത്തത്തിൽ 170 പരം പുത്രന്മാരുണ്ടെന്നും ഒരു മഹാഭാരത വ്യാഖ്യാനത്തിൽ കാണാനിടയായി. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിൽ അതിനെപ്പറ്റി വർണ്ണിച്ചിട്ടില്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രം. പല പുസ്തകങ്ങളിലും 101 പേരുടെ നാമങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ 70 പരം ആളുകളുടെ പേരുമായിട്ട് മാറിപ്പോകുന്നത് കൊണ്ടാണ്. പല ദാസീജനങ്ങളിലും ധൃതരാഷ്ട്രർക്ക് പുത്രന്മാരുണ്ട്. ഏറ്റവും അറിയപ്പെടുന്നത് മാത്രമേ ഇതിൽ പരാമർശിച്ചിട്ടുള്ളൂ. കുന്തി പിന്നീട് ഇന്ദ്രനെ സമീപിച്ച് ഒരു പുത്രനെ നേടി. 3 കുട്ടികളായപ്പോഴേ പാണ്ഡു പറഞ്ഞു, മാന്ത്രിക്ക് കൂടി കുട്ടികൾ ഉണ്ടായാൽ കൊള്ളാം. ആ നിർദ്ദേശമനുസരിച്ച് മന്ത്രം കുന്തി മാന്ത്രിക്ക് കൂടി നൽകുകയും മാന്ത്രി അശ്വനി ദേവന്മാരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അശ്വനി ദേവന്മാര് 2 പേര് മാന്ത്രിയെ സമീപിച്ചപ്പോൾ നകുല സഹദേവന്മാര് എന്ന 2 കുട്ടികൾ മാന്ത്രിക്ക് ലഭിച്ചു. വൈശമ്പായനൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ജനമേജയൻ ചോദിച്ചു, എനിക്ക് ഇതൊക്കെ വിശദമായിട്ട് അറിയണം എന്നാഗ്രഹമുണ്ട്. ആ സന്തതികളെ പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ ആദ്യം പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പറ്റി പറയാം എന്ന് വൈശമ്പായനൻ പറഞ്ഞു. അതനുസരിച്ച് പാണ്ഡുപുത്രന്മാരുടെ ജനനത്തെ പറ്റി വിശദമായിട്ട് വൈശമ്പായനൻ പറയുന്ന ആ ഭാഗം നമുക്ക് നാളെ മനസ്സിലാക്കാം. ഓം വിഷ്ണുവേ നമഃ. ഓം നാരായണായ നമഃ. കൗരവരുടെ പേരുവിവരങ്ങൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് ഏവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദത്തിങ്കൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഓം വിഷ്ണുവേ നമഃ.